Okay. The next section we have to discuss is the theory of fracture. അപ്പോൾ നമ്മൾ ഡക്റ്റൈൽ ഫ്രാക്ചർ എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു, അത് കാര്യങ്ങളെല്ലാം പഠിച്ചു. അപ്പോൾ ഗ്രിഫ്റ്റ് തിയറി ഓഫ് ഫ്രാക്ചർ എന്ന് പറയുമ്പോഴത്തേന് നോക്കിയേ, ഞാൻ ആദ്യം ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു മെറ്റീരിയൽ എടുക്കുന്നു, ഒരു സ്പെസിമെൻ. ഓക്കെ, നമ്മൾ പറയുവാണ് ഈ മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് 80 ആണ്, 80 മെഗാപാസ്കൽ ആണ് പറയുന്നത്. 80 മെഗാപാസ്കൽ ആണ് പറയുന്നത്. അതായത് 80 മെഗാപാസ്കൽ വരെയുള്ള സ്ട്രെസ് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് ഫെയിൽ ആവത്തുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ അതിന് താഴെ എത്ര സ്ട്രെസ് കൊടുത്താലും ഈ ഒരു മെറ്റീരിയൽ ഫെയിൽ ആവത്തില്ല എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രെസ് ഇവിടെ അപ്ലൈ ചെയ്യുന്നു, ഇത് ഫെയിലായി, 70 മെഗാപാസ്കലിൽ ഫെയിലായി. മനസ്സിലായില്ലേ? 70 മെഗാപാസ്കലിൽ ഫെയിലായി. അപ്പൊ ഇത് നമുക്ക് തിയററ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ആണ്, പക്ഷെ ഇത് ഫെയിലായി, 70 മെഗാപാസ്കലിൽ ഫെയിലായി. നിങ്ങൾ തന്നെ പറഞ്ഞു എന്തായിരിക്കും ഇത് ഫെയിൽ ആവാനുള്ള കാരണം? ഇതിനകത്ത് ഇന്റേണൽ ആയിട്ട് മൈക്രോസ്കോപ്പിക് ലെവലിലെ ക്രാക്ക് വല്ലതും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ? അങ്ങനെ മൈക്രോസ്കോപ്പിക് ലെവലിലെ ക്രാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് കൂടുതലായിരിക്കും. കാരണം സ്ട്രെസ് ഇസിക്കൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്, ഫോഴ്സ്. അപ്പോൾ ആ മൈക്രോസ്കോപ്പിക് ക്രാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അകത്തുള്ള ആ ഒരു സെക്ഷന്റെ ഏരിയ കുറയുകയോ കൂടുകയോ, ക്രാക്ക് ഉണ്ടാകുമ്പം ഏരിയ കുറയുകയോ ഏരിയ കുറയും അല്ലേ? ഏരിയ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ സ്ട്രെസ് കൂടും. അപ്പൊ നമ്മൾ എന്താണ് പെർഫെക്റ്റ് ആയിട്ടാണ് പറയുന്നത്, അതായത് അകത്ത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ക്രാക്കുകളൊന്നും ഇല്ല എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ട്രെസ്. അപ്പം സിഗ്മ ഇസിക്കൽ ടു ഫോഴ്സ് ബൈ ഏരിയ, ഈ ഏരിയ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി ഇത്ര ഏരിയ അവിടെ ഉണ്ടോ ഈ ക്രാക്കിന്റെ ഇല്ല. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്ട്രെസ് അവിടെ ഡെവലപ്പ് ചെയ്യും. നമ്മൾ പറയുന്നത് മാക്സിമം 80 വരെ ഡെവലപ്പ് ആവത്തുള്ളൂ. പക്ഷേ ഈ ഒരു ഏരിയയുടെ കുറവ്, പക്ഷെ നമുക്ക് അറിയത്തില്ല ഏരിയ കുറവുണ്ടെന്ന്. കാരണം നമുക്ക് ഇന്റേണലായിട്ടുള്ള മൈക്രോസ്കോപ്പിക് കാര്യങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ക്രാക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്ട്രെസ് ഇന്റേണലി ഡെവലപ്പ് ആവും. അങ്ങനെ സംഭവിക്കും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന സ്ട്രെസ് ലെവലിനെക്കാട്ടും തൊട്ട് താഴെ വെച്ചിട്ട് ഈ മെറ്റീരിയൽ എന്ത് സംഭവിക്കും? ഫ്രാക്ചർ ആവും. അതാണ് ഗ്രിഫ്റ്റ് തിയറിയുടെ കോൺസെപ്റ്റ് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഗ്രിഫ്റ്റ് തിയറി എന്താണ് പറയുന്നത്. ഓക്കെ, ഗ്രിഫ്റ്റ് തിയറി എന്ന് പറയുമ്പോഴത്തേന് the fracture strength of many brittle materials is lower than the തിയറിറ്റിക്കൽ വാല്യൂ ബേസ്ഡ് ഓൺ ദി അറ്റോമിക് എനർജി. അതായത് ഞാൻ പറഞ്ഞു വെച്ചാൽ തിയറിറ്റിക്കലായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ആക്ച്വൽ ആയിട്ടുള്ള ഫ്രാക്ചർ സ്ട്രെങ്തും ഡിഫറെന്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഡിഫറെന്റ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഫെയിലിയർ ഓഫ് അറ്റ് ഫ്രാക്ചർ സ്ട്രെങ്ത് at a fraction of the theoretical strength of material is called this disparity is explained by Griffith. അതായത് നമ്മൾ തിയറിറ്റിക്കലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 80 മെഗാപാസ്കലിലാണ് ഈ മെറ്റീരിയൽ ഫെയിൽ ആവത്തുള്ളൂ. നമുക്ക് തിയറിറ്റിക്കലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. തിയറിറ്റിക്കലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ്, ആ മെറ്റീരിയലിനകത്ത് ഒരു ഡിഫക്ട്സ് ഇല്ല, ഒരു ക്രാക്ക് ഇല്ല, ഒന്നുമില്ല. നമ്മൾ തിയറിറ്റിക്കലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 80 മെഗാപാസ്കൽ കിട്ടി. പക്ഷെ നമ്മൾ ആക്ച്വൽ കേസിൽ നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ എത്രയിൽ ഫെയിൽ ആയി പോകുന്നു? അപ്പൊ ഒരു 70 ഫെയിൽ ആയി പോകുന്നു. അപ്പൊ അതാണ് പറഞ്ഞത് ഫെയിലിയർ ഒക്കോർ അറ്റ് എ ഫ്രാക്ഷൻ ഓഫ് തിയറിറ്റിക്കൽ വാല്യൂ എത്തുന്നതിന് മുന്നേ തന്നെ ഫെയിലിയർ സംഭവിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് സംഭവിക്കുന്നത്? തിയറിറ്റിക്കൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നല്ല ഹൈ സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്, പക്ഷെ ആക്ച്വലി നമ്മുടെ പ്രാക്ടീസിനായിട്ട് വരുമ്പോഴത്തേന് അത്രയും സ്ട്രെങ്ത് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ്? എന്തുകൊണ്ടാണ് ഈ മെറ്റീരിയലിൽ ഇത്രയും തിയറിറ്റിക്കൽ വാല്യൂ ഇത്രയും ഉണ്ടായിട്ട് പെട്ടെന്ന് ഇത് ഫെയിലായി പോകുന്നത് എന്നാണ് നമുക്ക് ഗ്രിഫ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഗ്രിഫ്റ്റ് പറയുന്നതനുസരിച്ച് അക്കോർഡിംഗ് ടു ഗ്രിഫ്റ്റ് ഇത് disparity in actual in and theoretical strength is due to the presence of very small microscopic flaws or crack that always exist under
നോർമൽ കണ്ടീഷൻസ് അറ്റ് ദ സർഫസ് വിത്തിൻ ദ ഇന്റീരിയർ ഓഫ് ദി ബോഡി മെറ്റീരിയൽ. അപ്പൊ ഈ ഗ്രിഫ്റ്റ് തിയറി പറയുന്നത് എന്താണ്? ഈ ഒരു തിയറിറ്റിക്കൽ വാല്യൂ ആക്ച്വൽ സ്ട്രെങ്ത് തമ്മിലുള്ള ഡിഫറൻസ്. തിയറിറ്റിക്കൽ വാല്യൂ കൂടുതലാണ്, ആക്ച്വൽ വാല്യൂ ആക്ച്വൽ ഫ്രാക്ചർ സ്ട്രെങ്ത് കൂടുതലാണ് തിയറിറ്റിക്കൽ വാല്യൂനെക്കാട്ടും, തിയറിറ്റിക്കൽ വാല്യൂനെക്കാട്ടും കുറവാണ് കൂടുതലാണ്? കുറവാണ്. അങ്ങനെ കുറയാൻ കാരണം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ മൈക്രോസ്കോപ്പിക് ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മൈക്രോസ്കോപ്പിക് ക്രാക്കുകളുണ്ട്. അതായത് പ്രസൻസ് ഓഫ് മൈക്രോസ്കോപ്പിക് ഫ്ലോസ് ഓർ ക്രാക്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? അംജിത്, അമൽ, സുബിൻ, സുരഭി ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? ഓക്കെ. എവിടെങ്കിലും നിങ്ങൾക്ക് സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ ചോദിക്കണം. ഞാനിത് കമ്പാരിറ്റീവ്ലി ഈസി ടോപ്പിക്കാണ്. കഴിഞ്ഞ മൊഡ്യൂളുകളെ കുറിച്ച് നോക്കുമ്പോഴത്തേനും അയൺ കാർബൺ ഡയഗ്രം മറ്റ് ഡീറ്റ് ഡയഗ്രം വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ടോപ്പിക്കാണ്. നമുക്ക് വായിച്ചു നോക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലുള്ള ടോപ്പിക്. അതുകൊണ്ടാണ് ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. ഓക്കെ, നമുക്കത് മാത്രമേ നമുക്ക് പോർഷനും തീർക്കണം. അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. എനിക്ക് മാത്രമേ എനിക്കത് മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾ മിണ്ടാതിരുന്നെങ്കിൽ എനിക്കിത് അറിയത്തില്ല. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഗ്രിഫ്റ്റ് എന്താണ് പറഞ്ഞത്? ഈ തിയറട്ടിക്കൽ വാല്യൂ ആക്ച്വൽ വാല്യൂ ഡിഫറൻസ് എന്തുകൊണ്ടാണ് ഗ്രിഫ്റ്റ് പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഗ്രിഫ്റ്റ് പറയുന്നത് ഡിസ്പെറൻസി ഓൺ ദി ആക്ച്വൽ ആൻഡ് തിയറട്ടിക്കൽ വാല്യൂ സ്ട്രെങ്ത് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ സ്മോൾ മൈക്രോസ്കോപ്പിക് ഫ്ലോസ് ഓർ ക്രാക്ക് ദാറ്റ് ഓൾവേസ് എക്സിസ്റ്റ് അണ്ടർ നോർമൽ കണ്ടീഷൻസ്. നമ്മൾ ഏതൊരു മെറ്റീരിയൽ എടുത്താലും അതിനകത്ത് ഇന്നേലായിട്ടുള്ള ചെറിയ ചെറിയ ക്രാക്കുകളൊക്കെ എന്തായാലും ഉണ്ടാകും. അപ്പൊ നമുക്കത് എന്താ പറയുന്നത്, എത്രയായാലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി നമുക്കത് ആ ഒരു മൈക്രോസ്കോപ്പിക് ക്രാക്ക് കൂടുതൽ ഉണ്ടെങ്കിലാണ് പെട്ടെന്ന് തന്നെ ഫീൽ ആക്കുന്നത്. പക്ഷെ ആ മൈക്രോസ്കോപ്പിക് ക്രാക്ക് നോർമൽ ലെവലിലാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയൊന്നും വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പൊ ദിസ് ഫ്ലോസ് ക്യാൻ ഡിറ്റീരിയേറ്റ് ഫ്രാക്ചർ സ്ട്രെങ്ത്. അപ്പൊ ഈ ഒരു ഇന്റേണൽ ക്രാക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ, അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് ഡിറ്റീരിയേറ്റ് ഫ്രാക്ചർ strength because the applied stress may be amplified or concentrated at the tip. The magnitude of this amplification depends on the crack orientation and the geometry. അപ്പൊ ഞാൻ പറഞ്ഞു അപ്ലൈഡ് നമ്മളൊരു സ്ട്രെസ് കൊടുക്കുന്നു. അപ്പൊ തിയറട്ടിക്കലായിട്ട് നമ്മളാകുമ്പോൾ ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലെ? പക്ഷെ ഇത്ര ഏരിയ ഉണ്ടോ അകത്തൊരു ക്രാക്ക് ഉണ്ടാകുമ്പോഴത്തേന്? ഇത്ര ഏരിയ ഉണ്ടോ? ഏരിയ എന്ത് സംഭവിക്കും? ഏരിയ ഡിക്രീസ് ചെയ്യും. ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഉള്ള സ്ട്രെസ് കൂടും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നത്? ആംപ്ലിഫിക്കേഷൻ. എന്താണ് സ്ട്രെസ് എന്തെടുക്കും? നമ്മൾ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ട്രെസ്സിനെ കാട്ടിലും കൂടുതൽ സ്ട്രെസ് ആക്ട് ചെയ്യും. ബാക്കി എല്ലായിടത്തും ഓക്കെ ആയിരിക്കും. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു മെറ്റീരിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എടുക്കുന്നത് ഇതിനകത്ത് ഈ ഭാഗത്ത് മാത്രമേ ക്രാക്ക് ഉള്ളൂ. അപ്പൊ ഈ ഒരു ഭാഗത്ത് മാത്രം എന്താണ് സ്ട്രെസ് കൂടുതലായിരിക്കും. ബാക്കി എല്ലായിടത്തും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സ്ട്രെസ് തന്നെ ആയിരിക്കും. നമ്മൾ കാൽക്കുലേറ്റ് സ്ട്രെസ് എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. അതെല്ലായിടത്തും ബാക്കി എല്ലായിടത്തും സെയിം ആയിരിക്കും. പക്ഷെ ഈ ഒരു ക്രാക്ക് ഉള്ള പ്ലെയിനിൽ എന്ത് സംഭവിക്കും? ആ സ്ട്രെസ് ഈ ബാക്കിയുള്ളതിനെക്കാട്ടിലും എന്തുമായിരിക്കും? ബാക്കിയുള്ള ഏരിയയിൽ ഈ ഒരു ഏരിയയിലൊക്കെ ആക്ടിനെക്കാട്ടും കൂടുതൽ സ്ട്രെസ് ഇവിടെ ആക്ട് ചെയ്യും. കാരണം എന്താ? ഏരിയ കുറവാണ്ട് കൂടുതൽ സ്ട്രെസ്. അപ്പൊ അവിടെ എന്താണ്? ആ എവിടെയാണോ ക്രാക്ക് ഉണ്ടാവുന്നത്, ആ ക്രാക്ക് ഉണ്ടാവുന്ന സ്ഥലത്ത് സ്ട്രെസ് ആംപ്ലിഫിക്കേഷൻ നടക്കും അല്ലെ? ആ ഒരു ക്രാക്കിന്റെ ആ ഒരു ഏരിയ സ്ട്രെസ് ആംപ്ലിഫിക്കേഷൻ ഉണ്ടാവും. അങ്ങനെ ആ ഒരു സ്ട്രെസ് അവ എത്രമാത്രം ആംപ്ലിഫൈ ചെയ്യുന്നു എന്നുള്ളത് ആ ക്രാക്കിന്റെ ഓറിയന്റേഷന്, പിന്നെ ക്രാക്കിന്റെ ജോമെട്രി എന്താണ്? ഇപ്പൊ റൗണ്ട് ഷേപ്പ് ക്രാക്ക് ആണോ, അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആണോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ നീഡിൽ ഷേപ്പ് ആണോ, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്രമാത്രം ആംപ്ലിഫിക്കേഷൻ ഉണ്ടാകുന്നു എന്നുള്ളത്. ഈ ഒരു ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ക്രാക്കിന്റെ ഓറിയന്റേഷന്, ക്രാക്കിന്റെ ജോമെട്രിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ എന്ത് പറയാം? നമുക്ക് ആ ക്രാക്ക് ഉള്ള ഏരിയയിൽ എന്തുകൊണ്ട് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ട്. ബാക്കിയുള്ള ഏരിയയിൽ എന്താണ്? നോർമൽ ആയിട്ടാണ്. പക്ഷെ ക്രാക്കുള്ള ഏരിയയിൽ മാത്രം എന്ത് സംഭവിക്കും?
സ്ട്രെസ് കോൺസെൻട്രേഷൻ ആണ്. അതായത് ആ ഏരിയയിൽ മാത്രം സ്ട്രെസ് കൂടുതലാണ്, പക്ഷെ റിമൈനിങ് ഏരിയയിൽ സ്ട്രെസ് കുറവാണ്. അപ്പൊ നമ്മൾ പറയാം ഒരു ഏരിയയിൽ മാത്രം സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടുന്ന് ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നില്ലേ? ബാക്കി എല്ലായിടത്തും ഒരേപോലെ തന്നെ, പക്ഷെ എവിടെ വീക്ക് പോയിന്റ് വന്നത്? വീക്ക് പോയിന്റ് വന്ന എവിടാ? മൈക്രോസ്കോപ്പിക് ക്രാക്ക് വന്ന ആ പോയിന്റിലാണ് വീക്ക് പോയിന്റ് വരുന്നത്. അപ്പൊ ആ വീക്ക് പോയിന്റ് ആക്ട് ചെയ്യുന്ന സ്ട്രെസ് റിമൈനിങ് പാർട്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതലായിരിക്കും കുറവായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ആ ക്രാക്ക് എന്ത് സംഭവിക്കും? പ്രൊപ്പഗേറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും? പ്രൊപ്പഗേറ്റ് ചെയ്ത് തന്നെ സംഭവിക്കും. അങ്ങനെ ക്രാക്ക് വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അപ്പൊ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഡക്റ്റൈൽ മെറ്റീരിയലിനകത്ത് വളരെ പതുക്കെ ആയിരിക്കും, അതായത് വളരെ സ്ലോലി ആയിരിക്കും. പക്ഷെ ബ്രിട്ടിൽ മെറ്റീരിയലിനകത്ത് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും. ഇതാണ് ഡിഫറൻസ്. കണ്ടോ? ഇത് ഇനി ഈ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്നത് ഇതെന്താണെന്നറിയോ? ആറ്റംസാ. ഈ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഈ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഇത് അറ്റോമിക് ലെവലിലുള്ള ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ? ഇത് കണ്ടോ? ഇതിനകത്ത് മൈക്രോസ്കോപ്പിക് ക്രാക്ക് ആണ്. ഇത് നമ്മൾ മൈക്രോസ്കോപ്പിനകത്ത് നോക്കി നോക്കുമ്പോൾ മാത്രമേ ഈ ക്രാക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ നോക്കി ഈ ഒരു, അപ്പൊ നമുക്കൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ ഒരു ക്രാക്ക് ഇവിടെ ഇങ്ങോട്ട് വലുതാവാൻ ടെൻഡൻസി ഇല്ലേ? ഇപ്പൊ ക്രാക്ക് ഇവിടം വരെ ഉള്ളു. നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ പോയിന്റ്സ് ഏതാ? ഇത്രയും ഏരിയ സ്ട്രെസ് കോൺസെൻട്രേഷൻ പോയിന്റ്സ് ആണ്. അപ്പൊ ഇവിടുന്ന് ഈ ക്രാക്ക് വലുതാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വലുതായി കഴിഞ്ഞാൽ സംഭവിക്കും, ഈ മെറ്റീരിയൽ ഫ്രാക്ചർ സംഭവിക്കും. ഓക്കെ, അപ്പൊ ഗ്രിസ്റ്റ് തിയറി ഓഫ് ഫ്രാക്ചർ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, ഗ്രിസ്റ്റ് തിയറി ഓഫ് ഫ്രാക്ചറിനകത്ത് നമുക്ക് നോക്കുവാണ്. ഞാനൊരു സ്പെസിമെൻ എടുക്കുന്നു. ഓക്കെ, ഇതിന് നടുക്ക് ഒരു ക്രാക്ക് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു എലിപ്റ്റിക്കൽ ക്രാക്ക് എടുക്കുന്നു. എലിപ്റ്റിക്കൽ ക്രാക്ക്. ഓക്കെ, എലിപ്റ്റിക്കൽ ക്രാക്കിന്റെ അതിന്റെ ലെങ്ത്, അതിന്റെ മേജർ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 2 എന്നിരിക്കട്ടെ. എന്താണ് ഇതിന്റെ മേജർ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 2 എന്നിരിക്കട്ടെ. അപ്പം 2 എന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഏറ്റവും കുറവ് സ്ട്രെസ് എവിടെ ആയിരിക്കും? പറ. ഈ സർഫസിലായിരിക്കും. ഇവിടൊക്കെ ക്രാക്ക് ഉണ്ടോ? ഇവിടൊക്കെ ക്രാക്ക് ഉണ്ടോ? ഇല്ല. പക്ഷെ സ്ട്രെസ് എങ്ങോട്ട് പോകുന്നതോറും എന്ത് സംഭവിക്കും? ഈ പോയിന്റിലോട്ട് പോകുന്നതോറും സ്ട്രെസ് എന്ത് സംഭവിക്കും? സ്ട്രെസ് കൂടി വരും, ഇല്ലേ? പിന്നെ ഈ ഒരു ക്രാക്ക് ഉള്ളിടത്ത് സെയിം സ്ട്രെസ് ആയിരിക്കും. അതിനുശേഷം ഇങ്ങോട്ട് മൂവ് ചെയ്ത സ്ട്രെസ് എന്തുകൊണ്ട് കുറഞ്ഞു വരും? ഒന്ന് നോക്കിയേ. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഗ്രാഫ് വരയ്ക്കുക. ഏത് എക്സ് ആക്സിസ്, ഇവിടെ സ്ട്രെസ്, അല്ലെ? എക്സ് ആക്സിസ്. അപ്പൊ നമ്മൾ ഈ എക്സ് ആക്സിസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുക, സ്ട്രെസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുക. അപ്പൊ എന്താണ്? ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതോറും നമ്മൾ ഏതിനോട് അടുത്തോട്ടാണ് മൂവ് ചെയ്യുന്നത്? ഏതിനടുത്തോട്ടാണ് മൂവ് ചെയ്യുന്നത്? ക്രാക്കിന്റെ അടുത്തോട്ടല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ എക്സ് ആക്സിൽ നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ക്രാക്ക് എന്ത് സംഭവിക്കും? സ്ട്രെസ് ഇങ്ങനെ കൂടിക്കൂടി വരും. മാക്സിമം സ്ട്രെസ് എവിടെ ഉണ്ടാവുന്നത്? ആ ടിപ്പിലാ, എവിടെ? അല്ലേ? അതിനുശേഷം പിന്നെ സ്ട്രെസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അത്രയും ഭാഗത്ത് ക്രാക്ക് ആകുന്നത്, ഇത്രയും ഭാഗത്ത് ക്രാക്ക്. അതിനുശേഷം ആ ഒരു ക്രാക്ക് പോയിന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും സ്ട്രെസ് കുറഞ്ഞു വരും. മനസ്സിലായില്ല? അപ്പൊ ഇത് കാണിച്ചിരിക്കുന്നത് ഇൻ സ്ട്രെസ് പ്രൊഫൈൽ അക്രോസ് ക്രോസ് സെക്ഷൻ കണ്ടെയ്നിങ് ഇന്റർണൽ ക്രാക്ക്. ഒരു ഇന്റർണൽ ക്രാക്ക് ഉണ്ട്. ആ ക്രാക്ക് ഉള്ളിടത്ത് ഞാൻ എന്ത് കൊടുക്കുന്നത്? ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് ആ ഒരു ക്രാക്ക് ഉള്ള ഭാഗത്തുള്ള സ്ട്രെസ് ആംപ്ലിഫിക്കേഷൻ നടക്കത്തില്ലേ? അതായത് നോർമൽ ഇത്രയേ ഉള്ളൂ, പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് നോക്കി, നോർമൽ സർഫസിലുള്ള സ്ട്രെസ് എത്രയാണ്? ഈ ലെവലിലേ ഉള്ളൂ. പക്ഷെ ക്രാക്കിന്റെ അടുത്ത് വന്നപ്പോൾ എത്രയും കൂടി? ഇത്രയും സ്ട്രെസ് കൂടിയില്ലേ? അപ്പൊ എന്താണ് അവിടെ ഉണ്ടായത്? അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എവിടെയെങ്കിലും ഒരു ക്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്രാക്ക് ഉള്ള പോയിന്റില് സ്ട്രെസ് ആംപ്ലിഫിക്കേഷൻ ഉണ്ട്. അതായത് കൂടുതൽ സ്ട്രെസ് അവിടെ ആക്ട് ചെയ്യും, ഇല്ലേ? അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ ഒരു ക്രാക്കിന്റെ അടുത്തോട്ട് നമ്മൾ മൂവ് ചെയ്തിട്ടോട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് ആംപ്ലിഫിക്കേഷൻ കൂടി വരും. ക്രാക്കിന്റെ അടുത്തോട്ട് നമ്മൾ ദൂരോട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് ആംപ്ലിഫിക്കേഷൻ
കുറഞ്ഞു വരും. അതാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ക്രാക്കിന്റെ അടുത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ സ്ട്രെസ് ആംപ്ലിഫിക്കേഷൻ കൂടി വന്ന് ക്രാക്കിന്റെ നമ്മൾ ഫാറും മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് ആംപ്ലിഫിക്കേഷൻ കുറഞ്ഞു വന്നു. അപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ ലോവർ ഫ്രാക്ചർ സ്ട്രെങ്ത് ഉണ്ടാവുന്നത്. നമുക്കിപ്പോ മനസ്സിലായല്ലോ. This lower fracture strength is explained by the stress concentration at microscopic flows. ഈ ക്രാക്കിന്റെ അവിടെ ഈ ക്രാക്ക് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ഫ്ലോസിലാണ് ഉണ്ടാകുന്ന സ്ട്രെസ് ആംപ്ലിഫിക്കേഷൻ കൊണ്ടാണ് എന്ത് പറയുന്നത് നമുക്ക് ലോവർ ഫ്രാക്ചർ സ്ട്രെങ്ത് ഉണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞു തിയറിറ്റിക്കൽ ആയിട്ടൊരു വാല്യൂ ആണ്, പക്ഷെ ആ വാല്യൂവിനെക്കാട്ടിലും മറ്റ് ലോവർ ഒരു പോയിന്റിൽ നമ്മുടെ മെറ്റീരിയൽ ഫെയിൽ ആകും. നമുക്ക് കാരണം അറിയത്തില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ അന്വേഷിച്ച് നോക്കുകയാണ്. ഇതിനകത്ത് ഇന്റേണൽ ആയിട്ട് ചെറിയ ക്രാക്ക് ഉണ്ട്. അപ്പൊ ആ ക്രാക്കിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുമ്പോൾ നോർമൽ സ്ട്രെസ്സിനെക്കാട്ടിലും കൂടുതലാണ്. അതായത് അവിടെ എന്ത് സംഭവിച്ചു? സ്ട്രെസ് ആംപ്ലിഫിക്കേഷൻ നടന്നു അല്ലെ. അപ്പൊ സ്ട്രെസ് അപ്ലൈഡ് സ്ട്രെസ് ഈസ് ആംപ്ലിഫൈഡ്. അപ്ലൈഡ് സ്ട്രെസ് നമ്മൾ കൊടുത്തത് സിഗ്മ 0 ആണ്. പക്ഷെ ആ ഒരു ക്രാക്ക് ഉള്ള പോയിന്റിലുള്ള സ്ട്രെസ് എന്താണ്? സിഗ്മ എം ആണ്. സിഗ്മ 0യിൽ നിന്ന് എങ്ങോട്ട് ആംപ്ലിഫൈ ചെയ്തു? സിഗ്മ എമ്മിലോട്ട് ആംപ്ലിഫൈ ചെയ്തു. അപ്പൊ ഈ അപ്ലൈഡ് സ്ട്രെസ് കൂടുതൽ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത് ഈ ഷാർപ്പ് കെർവിലായിരിക്കും. ഇപ്പൊ ഇത് ക്രാക്ക് ആണെന്നിരിക്കട്ടെ. ഈ ക്രാക്കിന്റെ ഈ ഷാർപ്പ് എൻഡിലായിരിക്കും കൂടുതലും ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഡ്യൂ ടു ദി എബിലിറ്റി ടു ആംപ്ലിഫൈ അപ്ലൈ സ്ട്രെസ് ലോക്കലി, അതായത് അവരുടെ ആ ക്രാക്ക് ഉള്ള ഏരിയസിൽ നമുക്ക് ആ സ്ട്രെസ്സിനെ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് അതിനെ ആ ഫ്ലോസ് നമുക്ക് എന്ത് പറയാം? അതായത് നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്സിനെ ആര് ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്? നമ്മൾ ഒരു സ്ട്രെസ് സിഗ്മ 0 എന്നുള്ള സ്ട്രെസ് കൊടുക്കുന്നു. അത് ആംപ്ലിഫൈ ചെയ്യുന്നു. ആര് ആംപ്ലിഫൈ ചെയ്യുന്നത്? അവിടെ ഉള്ള ഇന്റേണൽ ക്രാക്ക്. അപ്പൊ നമുക്ക് ആ ക്രാക്കിനെ എന്ത് പറയാം? ക്രാക്കിനെ പറയാം സ്ട്രെസ് റേസേഴ്സ് എന്ന് പറയാം. എന്താണ് സ്ട്രെസ് റേസർ? അപ്പൊ ഈ സ്ട്രെസ് റേസർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അകത്തുള്ളത് കൊണ്ടാണ് നമുക്ക് തിയറിറ്റിക്കൽ വാല്യൂ ഫ്രാക്ചർ സ്ട്രെങ്ത് തിയറിറ്റിക്കൽ വാല്യൂനെക്കാട്ടിലും മച്ച് ലോവർ ആയിട്ട് കാണിക്കുന്നത്. ഇതാണ് ഗ്രിഫ്റ്റ് തിയറി പറയുന്നത്. ക്ലിയർ ആയ ഗ്രിഫ്റ്റ് തിയറി? അപ്പൊ ഗ്രിഫ്റ്റ് തിയറിയുടെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് ഗ്രിഫ്റ്റ് തിയറിക്കകത്ത് അസ്യൂം ചെയ്യുന്നത് ക്രാക്ക് എപ്പോഴും എലിപ്റ്റിക്കൽ ആയിരിക്കും എന്നാണ് ഗ്രിഫ്റ്റ് തിയറിക്കകത്ത് അസ്യൂം ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ ഗ്രിഫ്റ്റ് പറയുന്നത് അതിനകത്ത് ഉണ്ടാകുന്ന ക്രാക്ക് എലിപ്റ്റിക്കൽ ഷേപ്പ് ആയിരിക്കും. അതായത് ഇങ്ങനെ എലിപ്റ്റിക്കൽ ഷേപ്പ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോ എലിപ്റ്റിക്കൽ ഷേപ്പ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ഇങ്ങോട്ടാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത് സിഗ്മ. അപ്പൊ എലിപ്റ്റിക്കൽ ഷേപ്പ് ആയിരിക്കും. എലിപ്റ്റിക്കൽ ഷേപ്പിന്റെ മേജർ ആക്സിസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി അപ്ലൈഡ് സ്ട്രെസ്. നോക്കിയേ, ഈ എലിപ്സിന്റെ മേജർ ആക്സിസ് ഏതാ? ഇതല്ലേ? മേജർ ആക്സിസ് അപ്ലൈഡ് സ്ട്രെസ്സിന് എങ്ങനെയാ? ഈ എലിപ്സിന്റെ മേജർ ആക്സിസ് അപ്ലൈഡ്. അപ്പൊ അതാണ് ഗ്രിഫ്റ്റ് തിയറി പറയുന്നത്. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് എ ക്രാക്ക് ഈസ് സിമിലർ ടു എ എലിപ്റ്റിക്കൽ ഹോൾ ആണ് ത്രൂ എ പ്ലേറ്റ് ആൻഡ് മേജർ ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി അപ്ലൈഡ് സ്ട്രെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുത്ത സ്ട്രെസ് സിഗ്മ 0 ആണ്. നമ്മൾ അപ്ലൈ ചെയ്ത സ്ട്രെസ് എത്രയാണ്? സിഗ്മ 0. അപ്ലൈ സ്ട്രെസ് സിഗ്മ. പക്ഷെ എലിപ്റ്റിക്കൽ ക്രാക്ക് ഉള്ള ഭാഗത്ത് ഉണ്ടായ സ്ട്രെസ് എത്രയാണ്? ആംപ്ലിഫൈ ചെയ്തുണ്ടായ സ്ട്രെസ് എത്രയാണ്? സിഗ്മ എം എന്നാണ്. ഓക്കെ. അപ്പൊ സിഗ്മ എമ്മിന്റെ വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അപ്രോക്സിമേഷൻ ഉണ്ട്. സിഗ്മ എം ഈസ് ഈക്വൽ ടു 2 into സിഗ്മ 0 into a by rho t raised to 1/2. അപ്പൊ സിഗ്മ എം എന്ന് വെച്ചാൽ ആംപ്ലിഫൈഡ് സ്ട്രെസ് ആണ്. അതായത് ആ ക്രാക്ക് ഉള്ള പോയിന്റിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ പറയുന്ന പേരാണ് ആംപ്ലിഫൈഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. സിഗ്മ എം. സിഗ്മ 0 എന്താണ്? നമ്മൾ കൊടുത്ത സ്ട്രെസ് എത്രമാത്രം നമ്മൾ ഇങ്ങോട്ടൊരു സ്ട്രെസ് കൊടുക്കുക, അതാണ് സിഗ്മ 0 എന്ന് പറയുന്നത്. ഇതിനകത്ത് ക്രാക്ക് ഉണ്ട്. അപ്പൊ ക്രാക്ക് ഉള്ള പോയിന്റിൽ മാക്സിമം സ്ട്രെസ് ആംപ്ലിഫിക്കേഷൻ എടുക്കും. ആംപ്ലിഫിക്കേഷൻ സ്ട്രെസ് ആണ് സിഗ്മ എം എന്ന് പറയുന്നത്. അപ്പൊ എ എന്ന് വെച്ചാൽ ഇതിനകത്ത് എ എന്താണ് ഞാൻ പറഞ്ഞാണ്. ഇതിനകത്ത് 2a എന്താണ്? 2a ഇവര് എലിപ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എലിപ്സിന്റെ മേജർ ആക്സിസ് ആണ് എന്ത്?
2a. എലിപ്സ് ഈ 2a. അപ്പൊ a എന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ ആക്സിസിന്റെ പകുതിയാണ്. ഓക്കെ, ലെങ്ത് ഓഫ് എക്സ്റ്റേണൽ ക്രാക്ക് ഓർ ഹാഫ് ദ ലെങ്ത് ഓഫ് ഇന്റേണൽ ക്രാക്ക്. അതായത് മേജർ ആക്സിസിന്റെ പകുതിയിൽ നിന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, പിന്നെ അത് ഇന്റേണൽ ക്രാക്കിന്റെ പകുതി, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ റോട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ കൊടുക്കുന്ന റോട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ക്രാക്ക് ടിപ്പ്. അതായത് ഇതുണ്ടോ, ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഈ ഇതിന്റെ സൂം ചെയ്ത് വരച്ചേക്കോ, അത് നോക്കി. ഈ ഒരു ക്രാക്കിനെ ഞാൻ സൂം ചെയ്ത് വരച്ചേക്കോ. ഉണ്ടോ, സൂം ചെയ്ത് വരയ്ക്കുമ്പോഴത്തേന് ഇത് കണ്ടോ, ഇതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ, ഈ ക്രാക്കിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്ന പേരാണ് എന്ത്, ഇതൊരു ക്രാക്ക് ആണെന്നിരിക്കട്ടെ, ഇതുണ്ടോ, ഇതൊരു ക്രാക്കാണ്. ഈ ക്രാക്കിന്റെ ഈ റേഡിയസ്, ഇതിനെ പറയുന്ന പേരാണ് റോ ടി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത് ബൈഹേർട്ട് ചെയ്യണം ഇക്വേഷൻ. ആംപ്ലിഫൈഡ് സ്ട്രെസ് സിഗ്മ എം ഇക്വൽ ടു എന്ത് പറയാം, സിഗ്മ 2 സിഗ്മ 0 ഇൻറ്റു എ ബൈ റോ ടി റേസ് ടു 1/2. അപ്പോ അത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ഉണ്ട്. സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ റേഷ്യോ, അതായത് ഒരു സിഗ്മ എം ബൈ സിഗ്മ 0 എന്ന റേഷ്യോനെ പറയുന്ന പേരാണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. നമുക്കൊരു ഇക്വേഷൻ, സിഗ്മ എമ്മിന്റെ ഇക്വേഷൻ എന്താ കിട്ടിയേ, സിഗ്മ എം ഇസിക്കൽ ടു എന്ത് കിട്ടിയേ, സിഗ്മ 0 ഇൻറ്റു എ ബൈ റോ ടി റേസ് ടു എന്തുവാ, 1/2 അല്ലേ. അപ്പൊ ഞാൻ അടുത്ത പറയാം, സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ, അതിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന കെ എന്നാണ്. അപ്പൊ കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് ആംപ്ലിഫൈഡ് സ്ട്രെസ് സിഗ്മ എം ഡിവൈഡ് ബൈ അപ്ലൈഡ് സ്ട്രെസ് സിഗ്മ 0. റേഷ്യോ ഓഫ് ആംപ്ലിഫൈഡ് സ്ട്രെസ് എത്ര, സിഗ്മ എം ഡിവൈഡ് ബൈ അപ്ലൈഡ് സ്ട്രെസ് എത്ര, സിഗ്മ 0. അപ്പൊ ഇതിനകത്ത് നിന്ന് ഈ കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ സിഗ്മ 0നെ എങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, സിഗ്മ എം ബൈ സിഗ്മ 0 അല്ലേ, അതിൽ കെ. അപ്പൊ കെ ഇസിക്കൽ ടു എന്ത് വരും, എ ഡിവൈഡ് ബൈ റോ ടി റേസ് ടു 1/2 ആണല്ലോ. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഓവർലാപ്പ് ആയി പോയത് കേട്ടോ. കെ ഇസിക്കൽ ടു സിഗ്മ എം ഡിവൈഡ് ബൈ സിഗ്മ 0 ഇസിക്കൽ ടു 2 ഇൻറ്റു എ ഡിവൈഡ് ബൈ റോ ടി റേസ് ടു 1/2 എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് വെച്ചാൽ എന്താണ്, കെ. സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കെ എന്ന് വെച്ചാൽ എന്താണ്, റേഷ്യോ ഓഫ് സിഗ്മ എം ഡിവൈഡ് ബൈ സിഗ്മ 0. സിഗ്മ എം എന്ന് വെച്ചാൽ എന്താണ്, സിഗ്മ എമ്മിന്റെ ഫോർമുല എന്താണ്, മാക്സിമം ആംപ്ലിഫൈഡ് സ്ട്രെസ് എത്ര വരും, സിഗ്മ 0 ഇൻറ്റു എ ഡിവൈഡ് ബൈ റോ ടി റേസ് ടു 1/2. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പറഞ്ഞ എലിപ്റ്റിക്കൽ ഷേപ്പ് ആണ്. അപ്പൊ എലിപ്റ്റിക്കൽ ഷേപ്പിന്റെ 2a ആണ് ഇന്റേണൽ. അപ്പൊ ഇതിന്റെ പകുതിയാണ്, 2a പകുതിയാണ് എ എന്ന് പറയുന്നത്. പിന്നെന്താണ് റോട്ടി എന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു എലിപ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എലിപ്സിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ, ഈ കർവേച്ചർ എന്ന് പറഞ്ഞാൽ റോ ടി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക്, ഇത്രയും ക്ലിയർ ആയോ, സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ, ഗ്രിഫ്റ്റ് തിയറിയുടെ നമ്മുടെ സ്ട്രെസ് പ്രൊഫൈൽ നമ്മൾ വരച്ചു. എന്താണ് സ്ട്രെസ് പ്രൊഫൈൽ വരച്ച എങ്ങനെയാണ്, ഈ ഒരു ഇതെടുത്തു, ഒരു എലിപ്റ്റിക്കൽ ക്രാക്ക് എടുത്തു, എന്നിട്ട് നമ്മൾ ഇത് 2a മാർക്ക് ചെയ്തു അല്ലെ, എന്നിട്ട് നമ്മൾ എന്തെടുക്കും, പ്രൊഫൈൽ വരയ്ക്കുക അല്ലെ, എക്സ് ആക്സിസ് ഇവിടെ സ്ട്രെസ്. അപ്പൊ നമ്മൾ ആദ്യമേ അപ്ലൈ ചെയ്ത സ്ട്രെസ് സിഗ്മ 0, എന്നിട്ട് എലിപ്സിന്റെ അടുത്തോട്ട് പോകുമ്പോഴത്തേന് സിഗ്മ എം ആവുന്നു, എന്നിട്ട് കുറച്ച് ചെയ്ത സിഗ്മ എം തന്നെ, അതിനുശേഷം എലിപ്സിന്റെ അടുത്തോട്ട് ദൂരോട്ട് പോകുമ്പോഴത്തേന് കുറഞ്ഞു പോകുന്നത്. ഇതാണ് എന്താണ് സ്ട്രെസ് പ്രൊഫൈൽ. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മുടെ സമയം തീർന്നു. ഒരു ഇതും കൂടെ പറഞ്ഞിട്ട് നിർത്താം. സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ഇസ് എ മെഷർ ഓഫ് ഡിഗ്രി ടു വിച്ച് ആൻ എക്സ്റ്റേണൽ സ്ട്രെസ് ഈസ് ആംപ്ലിഫൈഡ് അറ്റ് ദി ടിപ്പ് ക്രാക്ക്. അപ്പൊ നമ്മൾ ഈ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിന്റെ ഒരു വാല്യൂ പറയുക, സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ 0.5 ആണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ഇപ്പൊ ഞാൻ കൊടുക്കുന്നത്, ഞാൻ പറയാം, ഞാൻ അപ്ലൈ ചെയ്ത സ്ട്രെസ് 5 ആണ്. 5
ന്യൂട്ടൺ പെർ മീറ്റർ പെർ അപ്ലൈ ചെയ്ത് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ 0.2 വന്നിരിക്കട്ടെ. സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ 0.2 വന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം സ്ട്രെസ് എന്തായിരിക്കും? നമുക്കറിയാം K is equal to sigma m by സിഗ്മ സീറോ. അപ്പൊ സിഗ്മ സീറോ അപ്ലൈ സ്ട്രെസ്സും സ്ട്രെസ് കോൺസെൻട്രേഷന്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാം? എത്രമാത്രം സ്ട്രെസ് ആംപ്ലിഫിക്കേഷൻ അവിടെ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ആണല്ലോ. അപ്പൊ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിന്റെ ഇമ്പോർട്ടൻസ് എന്നാണ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഡിഗ്രി ടു വിച്ച് എക്സ്റ്റേണൽ സ്ട്രെസ് ഈസ് ആംപ്ലിഫൈഡ് അറ്റ് ടിപ്പ് ഓഫ് ക്രാക്ക്. എത്രമാത്രം ആംപ്ലിഫിക്കേഷൻ അവിടെ നടന്നിട്ടുണ്ട് എന്നിട്ടുള്ളതാണ് നമുക്ക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പൊ സ്ട്രെസ് റേസറിന്റെ എഫക്ട് എവിടെ കൂടുതൽ വരുന്നത്? ബ്രിട്ടിലിനകത്താണോ ഡക്ടൈലിനകത്താണോ വരുന്നത്? സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിന്റെ എഫക്ട് കൂടുതലായിട്ട് വരുന്നത് ബ്രിട്ടിൽ ഫാക്ടറിനകത്താണോ ഡക്ടൈൽ? സ്ട്രെസ് കോൺസെൻട്രേഷൻ ഇപ്പൊ ഡക്ടൈൽ മെറ്റീരിയൽസിനകത്ത് ഇന്റേണൽ ആയിട്ട് ഒരു ക്രാക്ക് ഉണ്ടെങ്കിൽ പോലും അത് പെട്ടെന്നൊന്നും ഫ്രാക്ചർ ആവത്തില്ല. ആ ക്രാക്ക് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്. പക്ഷേ ബ്രിട്ടിൽ മെറ്റീരിയൽസിനകത്തിട്ട് ഇന്റേണൽ ക്രാക്ക് ഉണ്ടെങ്കിൽ നോട്ട് സ്റ്റേബിൾ. അത് പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എന്തായിട്ട് മാറുന്നു? എന്തായിട്ട് മാറും? ഫെയിലിയർ ആയിട്ട് മാറും. അപ്പം ഈ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ മോർ പ്രോമിനന്റ് ഇൻ ബ്രിട്ടിൽ മെറ്റീരിയൽസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക്